വൈ ഡസ് an ആപ്ലിക്കേഷൻ ഹാവ് ബഗ്സ്? നമ്മൾ സ്ഥിരമായി ഇൻ്റർവ്യൂകളിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഇൻ്റർവ്യൂകളിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വൈ ഡസ് an ആപ്ലിക്കേഷൻ ഹാവ് ബഗ്സ്. അതായത് ഒരു ടെസ്റ്റർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആപ്ലിക്കേഷനുകളിൽ എന്തുകൊണ്ടാണ് ബഗ് വരുന്നതിനുള്ള കാരണങ്ങൾ. ഓക്കെ, അതായത് മെയിൻലി 5 റീസൺ കൊണ്ടാണ് സോഫ്റ്റ്വെയറിൽ ബഗ്ഗുകൾ ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണങ്ങൾ പറയുന്നത്, ഒന്നാമത്തെ കാരണം സോഫ്റ്റ്വെയർ കോംപ്ലക്സിസിറ്റി ആണ്. സോഫ്റ്റ്വെയറിൻ്റെ കോംപ്ലിക്കേഷൻ കാരണം ഓട്ടോമാറ്റിക്കലി ബഗ്സ് വരാനുള്ള ഒരു സാധ്യതകൾ കൂടുതലാണ്. കൂടുതൽ കോംപ്ലിക്കേഷൻ കൂടുന്നതും കൂടുതൽ കോംപ്ലിക്കേറ്റഡും കൂടുതൽ ഫങ്ഷനാലിറ്റികളും കൂടുന്തോറും സോഫ്റ്റ്വെയറിൽ ബഗ്സിൻ്റെ എണ്ണവും അതിൻ്റെ ക്രിട്ടിക്കാലിറ്റിയും കൂടി വരും. അതാണ് ഫസ്റ്റ് റീസൺ. സെക്കൻഡ് റീസൺ എന്താണ്? പ്രോഗ്രാമിംഗ് എറേഴ്സ്. അതായത് കോംപ്ലക്സിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. കോംപ്ലക്സിറ്റി കൂടുമ്പോൾ പ്രോഗ്രാമിംഗ് കോംപ്ലിക്കേഷൻ ആയിരിക്കും. എന്നാലും നമ്മളൊരു കാരണമായിട്ട് പറയുന്നത് എന്താണ്? പ്രോഗ്രാമിംഗ്, അതായത് കോഡ് ചെയ്യണവരുടെ പ്രോഗ്രാമിലുള്ള കെയർലെസ് കൊണ്ടോ അവരുടെ ലോജിക്കലായിട്ടുള്ള എറർ കൊണ്ട്, പ്രോഗ്രാമിംഗ് എററുകൾ കൊണ്ടുണ്ടാകുന്ന ബഗ്സ്. തേർഡാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. അതായത് കസ്റ്റമറും അതായത് ക്ലയൻറ്റും കമ്പനിയായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നില്ലെങ്കിൽ, അതായത് അവരുടെ SRS സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്നിവ കൃത്യതയുള്ള അല്ലെങ്കിൽ ക്രിസ്പ് ആൻഡ് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ഡെവലപ്പേഴ്സിന് അത് കാര്യമായിട്ട് അതിൽ കമ്മ്യൂണിക്കേഷനിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും നമുക്ക് എന്താണ് അവരുടെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് സാറ്റിസ്ഫിക്കേഷൻ വരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയും എറർ ഉണ്ടാകാം. അതാണ് മെയിൻലി ഒരു നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും ലോജിക്കലായിട്ടും ഒരു ടെസ്റ്ററെ സംബന്ധിച്ചും വരുന്ന റീസൺ അതായിരിക്കും. ഓക്കെ, പിന്നെ നാലാമത്തെ കാരണം എന്താണ്? മോഡിഫിക്കേഷൻ ഇൻ റിക്വയർമെൻറ്റ്സ്. അതായത് ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാളും പിന്നീടായിരിക്കും കുറേ സജഷൻസും കുറേ മോഡിഫിക്കേഷൻസും ക്ലയൻറ്റ് പറയും, അല്ലെങ്കിൽ ക്ലയൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്പർ പറയും, അല്ലെങ്കിൽ കമ്പനി തന്നെ മുന്നോട്ട് വയ്ക്കും. അപ്പോൾ ഇത്തരം മോഡിഫിക്കേഷൻസ് വരുമ്പോൾ മുമ്പ് ചെയ്ത വർക്കിൻ്റെ മേലെയായിരിക്കും നമ്മളിത് ചെയ്യാം. അപ്പോൾ തന്നെ കൂടുതൽ ബഗ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എന്താണ് അഞ്ചാമത്തെ ഒരു അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാരണം എന്ന് പറയാൻ പറ്റില്ല, ടൈം പ്രഷർ. അതായത് ഒരു പ്രൊജക്റ്റോ പ്രൊഡക്റ്റോ ഒരു വിതിൻ എ ടൈം പീരീഡ് നമ്മൾ തീർക്കാൻ നോക്കുകയാണെങ്കിൽ ഡെവലപ്പേഴ്സിന് പ്രഷർ ഉണ്ടായിരിക്കും, ടൈം പ്രഷർ ഉണ്ടായിരിക്കും. അപ്പോൾ ബഗ്സിൻ്റെ എണ്ണം കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യന് സാധ്യത വരികയാണെങ്കിൽ ഇതിൽ 5 പോയിന്റ് പറഞ്ഞില്ലെങ്കിലും 2-3 പോയിന്റെങ്കിലും നമ്മൾ എന്തായിരിക്കും പറഞ്ഞിരിക്കണം. അപ്പോൾ 5 പോയിന്റും പറയാൻ പറ്റുകയാണെങ്കിൽ നല്ലത്, ഉള്ളത് ഒരു 3 പോയിന്റെങ്കിലും പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പെയ്ഡ് പ്രീ റെക്കോർഡഡ് കോഴ്സിന് വേണ്ടി വാട്സാപ്പ് ചെയ്യുക. താങ്ക്